ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ നാട്ടിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സ്റ്റൈൽ വീട് കണ്ടപ്പോൾ നിർത്തിയതാണ്. മാൻഡ്രിൽ നിന്നും ജമ്മുവിലെ മാൻഡ്രിൽ നിന്നും പൂഞ്ചിലേക്കുള്ള യാത്രയാണ്. കിലോമീറ്ററുകൾ ഉള്ള യാത്രയാണ്. മറ്റൊരു പ്രത്യേകത, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒക്കെ എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കാശ്മീരിലേക്ക് വരുന്ന ആളുകൾ പോകുന്ന വഴികളല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പ്രത്യേക സ്ഥലമാണിത്. ഇവിടെ ഈ ഒരു വീടിൻ്റെ സ്റ്റൈല് ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനത്തെ വീടുകൾ ഇവിടെ കാണും എന്നുള്ളതൊക്കെ. ഈ വീടിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സാധാരണ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട്, മുകളിൽ അതിൻ്റെ നമ്മുടെ കോൺക്രീറ്റിന് പകരം ഒരു സ്റ്റൈല് ഇത് കണ്ടതാണ്. ഏതായിരുന്നാലും വീട്ടിലേക്ക് കയറി ആ വീട്ടിലെ ഗൃഹനാഥനെ കണ്ടു. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ. മുഹമ്മദ് അസീം. സ്കൂളിൽ പഠിച്ചേ അലീം അസീം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവരെ കണ്ടു. അവർ കണ്ടപ്പോൾ പിന്നെ അവരൊരു പണിയിലായിരുന്നു. ആണ് അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീടുണ്ടാക്കാനുള്ള സിമെൻറ്റ്, നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് ഇല്ലേ, ആ കോൺക്രീറ്റ് ഉണ്ടാക്കുകയാണ്. ഇതിൽ മണ്ണ് നിങ്ങൾ വരും, മഠി, പിന്നെ ഇതിൻ്റെ ചെറിയ പുല്ലുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ നിങ്ങൾ വരൂ, അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ്, ഇത് ചോദിക്കാൻ സർ വരൂ. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് ഫിനിഷ് ചെയ്യാനുള്ള വർക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര ഉറപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവരുടെ താമസം ഈ വീട്ടിലാണ്. ഇത് വളരെ സൂപ്പറായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഭംഗിയുള്ള വേറെ കുറേ കാര്യങ്ങളും കൂടെ കണ്ടു കേട്ടോ. ഇത് എത്രമാത്രം അത് പിന്നെ കാണിക്കാൻ പറ്റുമെന്നറിയില്ല. ഇത് വീടിൻ്റെ അടുക്കളയാണ്. ഇവിടുത്തെ വീടിൻ്റെ സ്റ്റൈല്, ഇത് വീട്, അത് ഇവിടുത്തെ തൊഴുത്ത്, അതുപോലെ തന്നെ ഇത് ഈ വീടിൻ്റെ അടുക്കള. ഈ അടുക്കളയിൽ നല്ല ഭംഗിയുള്ള ഒരു അടുപ്പ് കണ്ടു. അത് എത്ര കാണിക്കാൻ കഴിയുമെന്നറിയില്ല. ആ അടുപ്പ് ഇതും പൂർണ്ണമായിട്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്റ്റൈല് പോലെ ഇതിങ്ങനെ ഇവിടെ വിറക് കത്തിച്ചിട്ട് ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ച് ഇത് പുറത്തേക്ക് പുക പോകുന്ന ഒരു പ്രത്യേക സിസ്റ്റം. അങ്ങനെയാണ് ഇത് കണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ ഭംഗിയുള്ള ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഗ്രാമത്തിൻ്റെ ഗാവേ ഒരു നല്ലൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു വീട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ നേരെ മുന്നിലേക്ക് നോക്കിയാൽ വലിയ മലയാണ്. ഈ മല, അതുപോലെ തന്നെ ചെറിയ കൃഷിസ്ഥലങ്ങൾ, ഇവിടെ ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾ. ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്നുകൂടി നോക്കൂ, അവിടെ നോക്കിയാൽ അത് ഈ മറ്റൊരു മല. ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് വീട്. ആ വീട് ഞാൻ വീണ്ടും പറയാണ്, ഇതിൻ്റെ ആ മച്ചിൽ കുറേ മരങ്ങൾ വെച്ച് ഫിറ്റ് ചെയ്ത്, അതിൻ്റെ മുകളിൽ മണ്ണ് ഫിറ്റ് ചെയ്ത്, പിന്നെ കുറച്ച് ചെടികളുടെ ഈ കല്ലും കൊമ്പുകളൊക്കെ വെച്ചിട്ടാണ് അത് ഫിറ്റ് ആയിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ വീട്ടിലെ താമസം വളരെ രസകരമായിരിക്കും. അത് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അവിടെ നല്ല സുഖകരമായിരിക്കും. കാലാവസ്ഥയൊക്കെ ഇവർക്ക് സൂപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. ഇവിടെയും മണ്ണിന് ഇവർ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അലങ്കാരങ്ങൾ. ഇതെന്താണ്, അടുപ്പാണോ? ഏക്കാ റൈറ്റ് തന്തൂർ റൊട്ടി ബനാനക്കല്. ഓക്കെ. തന്തൂർ റൊട്ടി പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റൈല്. അപ്പോൾ അതും കണ്ടു. ബാക്കിലും ചില സംഭവങ്ങൾ കണ്ടുന്നുണ്ട്. ഇവിടേക്ക് പറഞ്ഞതുപോലെ തന്നെ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടെ ഇത് പറഞ്ഞു തന്നു, കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ അവരൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി. അപ്പോൾ ഏതായിരുന്നാലും ഈ गाँव का नाम क्या है? उच्छाद. മാൻഡ്രി ജില്ലയിൽ അപ്പോൾ ഉച്ഛാദ് എന്ന് പറഞ്ഞ ഒരു ജില്ല. സ്കൂൾ में है इधर, स्कूल है किधर आगे है, मकतब भी है, मदरसा, सब कुछ है ना. मस्जिद बहुत बड़ा मस्जिद इधर है. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സന്തോഷത്തിലായിട്ട് ജീവിച്ചിരിക്കുന്നവരാണ്. ഏതായിരുന്നാലും ഈ ജമ്മു കാശ്മീരിലെ യാത്രയിലൊക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ പിന്നെ ഇവിടുത്തെ യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അവർക്ക് പേടിയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഉണ്ടായിരുന്നവരൊക്കെ വളരെ സജീവമായിട്ട് വന്നിരുന്നു. ഇവർ വരുന്നില്ല. ഏതായാലും വരും, അവരൊന്ന് കാണണം. പെണ്ണുങ്ങളൊന്നുമല്ലല്ലോ, അവർക്ക് ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇയാളൊന്ന് പരിചയപ്പെടുത്തണം. കമൺ ഇയാളത് പരിചയപ്പെടുത്തണം. ഇവരൊക്കെ ഈ പിന്നെ യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ആളുകളാണ്. ഓക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടുത്താം. അതിൻ്റെ ആളുകളാണ്, അതിൻ്റെ അധ്യാപകരാണ്. അവരൊക്കെ നമുക്കൊരു കണക്കിനും കൂടെ പറയട്ടോ, ഈ ഇവിടെ നമുക്ക് രസമാണ് എന്നൊക്കെ പറഞ്ഞാലും വലിയ
ഒരു നല്ല സാക്രിഫൈസ് മെൻറ്റാലിറ്റി ഉണ്ടാവുകൊണ്ടാണ് അവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും അകലം, തിരിച്ച് പെട്ടെന്ന് അർജൻറ്റായിട്ട് നാട്ടിൽ പോകണമെങ്കിലുള്ള പ്രയാസങ്ങൾ, അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഗ്രാമങ്ങളിലൊക്കെ ഈ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവർക്ക് വേണ്ട നല്ല പഠനങ്ങളും നല്ല സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവരുടെ ഒരു പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്നത്. അവിടെ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ നമ്മൾ വരുന്നത്. കാരണം അല്ലെങ്കിലൊന്നും ഈ ഒരു ഏരിയയിലൊന്നും ഒരിക്കലും വന്നെത്താനുള്ള സാധ്യതയില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു.